ആരോഗ്യം അമൂല്യം. മങ്കി പോക്സ് അഥവാ കുരങ്ങ് വസൂരി, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശ്വിൻ രാജ് KK. ലോകത്തിന്റെ പല ഭാഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ കേരളത്തിലും കുരങ്ങ് വസൂരി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മങ്കി പോക്സ് എന്താണെന്നും രോഗവ്യാപനത്തെക്കുറിച്ചും പരിശോധിക്കാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് മങ്കി പോക്സ് അഥവാ കുരങ്ങ് വസൂരി. തീവ്രത കുറവാണെങ്കിലും 1980 ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട സ്മോൾ പോക്സ് അഥവാ വസൂരിയുടെ ലക്ഷണങ്ങളുമായി മങ്കി പോക്സിന് സാമ്യതകൾ ഏറെയാണ്. ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും താരതമ്യേന പുതിയ രോഗമാണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ രോഗം മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ അസുഖം പകരുന്നത്. കുരങ്ങുകൾ മാത്രമല്ല, അണ്ണാൻ, എലികൾ എന്നീ മൃഗങ്ങളിലും കുരങ്ങ് വസൂരി വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായി സമ്പർക്കമുണ്ടായാൽ അസുഖം വരാനുള്ള സാധ്യത ഏറെയാണ്. എങ്ങനെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു? രോഗിയായ ഒരു വ്യക്തിയുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത്. ഇതുകൂടാതെ രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ, വസ്തുക്കൾ, മറ്റ് സ്രവങ്ങൾ എന്നിവയിൽ നിന്നും രോഗം പകരാൻ സാധ്യത ഏറെയാണ്. മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങൾ സാധാരണയായി 2 മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട്. അതിനുശേഷം അസുഖം ഭേദമാവാറാണ് പതിവ്. ചുരുക്കം ചിലരിൽ, അതായത് കുഞ്ഞുങ്ങൾ, പ്രതിരോധശേഷി കുറവുള്ളവർ എന്നിവരിൽ അസുഖം തീവ്രമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. എന്നിരുന്നാലും മരണനിരക്ക് പൊതുവെ വളരെ കുറവാണ്. പനി, തീവ്രമായ തലവേദന, കഴലകളുടെ വീക്കം, പേശിവേദന, നടുവേദന, ക്ഷീണം എന്നിവയാണ് ഈ അസുഖത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. പനി വന്ന് ഏകദേശം 10 മുതൽ 13 ദിവസങ്ങൾക്ക് ശേഷം ദേഹത്ത് കുമിളകൾ കണ്ടുവരുന്നു. മുഖം, കൈപ്പത്തി, ജനനേന്ദ്രിയം, കണ്ണിലെ കഞ്ചങ്ക്റ്റൈവ എന്നീ ഭാഗങ്ങളിലാണ് ഇവ കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നത്. ഒരു വൈറൽ രോഗമായതിനാൽ കുരങ്ങ് വസൂരിക്ക് പ്രത്യേകമായൊരു ചികിത്സ ഇപ്പോൾ ലഭ്യമല്ല. രോഗലക്ഷണങ്ങൾ അനുസരിച്ചാണ് ചികിത്സ നിർണ്ണയിക്കുന്നത്. രോഗിയെ ഐസൊലേറ്റ് അഥവാ മാറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷികമാണ്. നിർജ്ജലീകരണം, ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ തടയാൻ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും രോഗിക്ക് നൽകേണ്ടതാണ്. രോഗബാധിതരായ മനുഷ്യരുമായി അടുത്ത് ഇടപഴകുന്നതാണ് മങ്കി പോക്സിന് കാരണം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ വ്യക്തികളെ പരിചരിക്കുന്നവരും ആരോഗ്യ പ്രവർത്തകരും സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവാക്കാനായി നിർബന്ധമായി അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. വന്യമൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന ജോലി വിഭാഗക്കാർ അവയുടെ മൃതശരീരം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക. നന്നായി വേവിച്ചതിന് ശേഷം മാത്രം മാംസാഹാരം ഭക്ഷിക്കുക. കോവിഡിനെ നേരിട്ടതുപോലെ തന്നെ മാസ്ക് ഉപയോഗിച്ചും കൈ കഴുകിയും സാമൂഹിക അകലം പാലിച്ചും നമുക്ക് ഈ അസുഖത്തിനെയും തുരത്താൻ ശ്രമിക്കാം. മങ്കി പോക്സ് അഥവാ കുരങ്ങ് വസൂരി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശ്വിൻ രാജ് KK.